യെസ്, മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേറ്റതിനു ശേഷം സതീശനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി എന്ന നിലയിൽ ബജറ്റിൽ ഉണ്ടായ പ്രഖ്യാപനം. PM ശ്രീ പദ്ധതി തുടരുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെയാണ് കരിമണൽ ഖനനം. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഈ കരിമണൽ ഖനനം എന്നത്. ഇപ്പോഴും നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ ടി ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ അത് CMRL എന്ന കമ്പനിയുമായി എക്സാലോജിക്ക് ഉണ്ടാക്കിയ അനധികൃതമായ ഇടപാട്, അങ്ങനെയുള്ള മാസപ്പടി കേസിൽ ഒക്കെയാണ്. അങ്ങനെ കരിമണൽ കർത്ത എന്നുകൂടി അറിയപ്പെടുന്ന ശശിധരൻ കർത്ത, അദ്ദേഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട, അദ്ദേഹത്തിന്റെ സ്ഥാപനം CMRL ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടങ്ങൾ കടന്നുപോയി. ഇപ്പോഴിതാ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ആഞ്ഞടിച്ചും രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ചും VM സുധീരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, രംഗത്തെത്തിയിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിലും കരിമണൽ ഖനനത്തിലുമാണ് സതീശനെതിരെ സുധീരന്റെ അതിരൂക്ഷമായ വിമർശനം. മദ്യനികുതി ഇളവിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച നടത്തിയെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നു. ഓരോ തീരുമാനത്തിനും സുതാര്യത വേണം, പിൻവാതിൽ നടപടികൾ ഒഴിവാക്കണമായിരുന്നു എന്നുകൂടിയാണ് സുധീരൻ പറഞ്ഞത്. വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മദ്യവ്യാപനം, അതിനെതിരെയുള്ള പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം എന്നെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു, അത് സംബന്ധിച്ച് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ബജറ്റ് തിരക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം പിന്നെ അത് നീണ്ടുപോയത്. പക്ഷെ അത് നീണ്ടുപോയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത്രയേറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. മറിച്ച് ഇനിയും അത് സംബന്ധിച്ച് മറ്റു ചർച്ച വേണം. ചർച്ച തീർച്ചയായിട്ടും വേണം. UDF ചർച്ച വേണം, കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച വേണം, ചർച്ച അനിവാര്യമാണ്. ആ പ്രോസസ്സെല്ലാം നേരത്തെ നടത്തുകയോ അല്ലെങ്കിൽ സന്ദർഭാനുസരണം അവസരം കിട്ടുമ്പോൾ നടത്തുകയോ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയായിരുന്നു ഏറ്റവും നല്ലത്. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. യെസ്, ഇതോടൊപ്പം തന്നെയാണ് കരിമണൽ ഖനനത്തിൽ സ്വകാര്യവൽക്കരണമില്ല എന്ന് ഇന്നലെയാണ് അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അങ്ങനെ പറയുമ്പോഴും ഇത് സംബന്ധിച്ച അനിശ്ചിതത്വം ഒഴിവാക്കണമെന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ, സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, അത് ലീഗിനെ വലിയ തോതിൽ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരുന്നു, മദ്യ നികുതി ഘടന മാറ്റുന്നു, കരിമണൽ പോലെയൊരു വകുപ്പ്, അതും ലീഗിൻ്റെ കയ്യിലാണ് ആ വകുപ്പ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി. പക്ഷേ ഇതിപ്പോൾ കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. കാരണം പ്രതിപക്ഷം ഒരു ഭാഗത്ത് ഇതൊരു വലിയ ആയുധമാക്കി കഴിഞ്ഞു. അവിടെയാണ് സുധീരൻ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നയമല്ല എന്ന് സുധീരൻ പറഞ്ഞു വെക്കുന്നത്.
അഭിലാഷ്, കോൺഗ്രസിൻ്റെ നയം മാത്രമല്ല കോൺഗ്രസിൻ്റെ നാശത്തിന് കൂടി ഇടയാക്കിയ ചരിത്രമുണ്ട്. സുധീരൻ്റെ ചില നിലപാടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണം ഇല്ലാതാക്കിയെന്ന വലിയ വിലയിരുത്തൽ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം 2016 എങ്ങനെയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിന് തൊട്ട് മുൻപ് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ബാറുകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുധീരൻ എടുത്ത നിലപാട്, ആ നിലപാടിനെ മറികടക്കാൻ വലിയ തോതിൽ ബാറുകൾ പൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടി എടുത്ത ഒരു തീരുമാനം, അതൊക്കെ തന്നെ പിന്നീട് എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അന്ന് സോളാർ വിവാദം വലിയ തോതിൽ കത്തി നിൽക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ആ സോളാറിൽ എംപിമാരുണ്ടാകാതെ കോൺഗ്രസും UDF-ഉം തകർന്നടിയും എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 12 സീറ്റുകളിൽ UDF ജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, അന്നത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോളാർ ഒരു വലിയ ഘടകമായില്ല, UDF-നെ തളർത്തിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ബാർക്കോഴ വരുന്നു, KM മാണിയുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നു, അതിലേക്ക് K ബാബു വീഴുന്നു, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി തന്നെ ബാറുകൾ പൂട്ടുന്ന നിലയിലേക്ക് വരുന്നു. അവിടെയെല്ലാം തന്നെ സുധീരൻ എടുത്ത ചില നിലപാടുകളാണ് അങ്ങനെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ഈ ബാർ വിവാദം കൂടി വന്നതോടുകൂടി സോളാറും ബാറും ഒരുമിച്ചായി അത് UDF സർക്കാരിനെതിരെ തിരിയുകയും തന്നെ അന്ത്യത്തിന് കളമൊരുക്കുകയുമായിരുന്നു. ഏതാണ്ട് അതേ തരത്തിലുള്ളൊരു നിലപാടുമായി സുധീരൻ വരികയാണ്, രംഗത്തിറങ്ങുകയാണ്. ആഴ്ചകൾ മാത്രമായ ഒരു സർക്കാരിനെതിരെ, അതും VD സതീശനും സുധീരനും നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ സുധീരൻ്റേത് ഒരു ധൃതരാഷ്ട്ര ആലിംഗനമാണോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ VD സതീശൻ കൃത്യമായി പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു നിർദ്ദേശം ബജറ്റിൽ കൊണ്ടുവന്നു, നികുതി നിർദ്ദേശം കൊണ്ടുവന്നു, അത് UDF എതിർക്കുകയാണെങ്കിൽ, UDF-ൽ നിന്ന് ഇത്തരമൊരു കാര്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പനയുടെ കാര്യത്തിൽ അത് വേണ്ട എന്നൊരു തീരുമാനം വന്നാൽ അത് വേണ്ടാന്ന് വെക്കും എന്ന കാര്യം ഇന്നലെ തന്നെ സഭയിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കാത്തിരിക്കാതെ ഇന്ന് സുധീരൻ വളരെ പ്രകടമായി സതീശനെതിരെ രംഗത്ത് വരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ തൂഫാൻ്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ്. ഇതിൽ മുഖ്യമന്ത്രിയെ ഇകഴ്ത്തിയും ആഭ്യന്തരമന്ത്രിയെ പുകഴ്ത്തിയും സുധീരൻ പറയുമ്പോൾ ഇത് മദ്യം മാത്രമാണോ ഇതിനടിസ്ഥാനം എന്ന ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില തർക്കങ്ങൾ നമുക്കറിയാം. KK മഹേശൻ്റെ ആത്മഹത്യയിൽ പുനരന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ സുധീരൻ ഒരു കത്ത് നൽകിയിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന കാര്യം ആവശ്യപ്പെട്ട്. ഇതിന് പ്രതികരണമായി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം, ആലപ്പുഴയിൽ നിന്ന് സുധീരനെ താൻ കെട്ടുകെട്ടിച്ചതാണ്, 30 വർഷമായി തനിക്ക് പാര പണിയുകയാണ്, തിരിച്ച് താനും പാര പണിതു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പത്മ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് ലഭിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ചിരവൈരികളാണ് സുധീരനും വെള്ളാപ്പള്ളിയും. വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഒരു അന്വേഷണത്തിന് കത്ത് കൊടുത്തത് അത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിലൊരു നടപടി ഉണ്ടാകാത്തതിൽ സതീശനെതിരെ സുധീരന് അമർഷമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് ഈ മദ്യനയത്തിൽ തീർക്കാനുള്ള ഒരു അവസരമായി അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു എന്നുകൂടി കാണേണ്ടതുണ്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം VM സുധീരന്റെ നിലപാടായിരുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് 2003 അടക്കം വലിയ പ്രതിഷേധം നടന്നപ്പോൾ അന്ന് MA ബേബിയും അതോടൊപ്പം തന്നെ VM സുധീരന്റെയും നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധവും എന്നതും എടുത്തു പറയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.